മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ സംയുക്തമായി നടപടിയെടുക്കാനൊരുങ്ങി മുനിസിപ്പാലിറ്റി സ്ക്വാഡും ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പും. ലൈസൻസ്, ഹെൽത്ത് കാർഡ് എന്നിവയില്ലാതെ പ്രവർത്തിക്കുന്ന കടകമ്പോളങ്ങൾക്കെതിരെയും നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ സംയുക്തമായി നടപടിയെടുക്കാനൊരുങ്ങി മുനിസിപ്പാലിറ്റി സ്ക്വാഡും ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പും. ആദ്യം താക്കീത് നൽകുകയും പിന്നീട് തക്കതായ നടപടികൾ സ്വീകരിക്കുമെന്നും പെരിന്തൽമണ്ണ മുനിസിപ്പൽ സെക്രട്ടറി ലാൽകുമാർ JR പറഞ്ഞു. ലൈസൻസ്, ഹെൽത്ത് കാർഡ് എന്നിവയില്ലാതെ പ്രവർത്തിക്കുന്ന കടകമ്പോളങ്ങൾക്കെതിരെയും നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ അനധികൃതമായിട്ട് ഒത്തിരി കെട്ടിടങ്ങൾ മാത്രമല്ല, സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയും റോഡ് സൈഡിൽ ലൈസൻസോ കാര്യങ്ങളോ ഇല്ലാതെ അനേക സ്ഥാപനങ്ങൾ മുളച്ച് വരുന്നതിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ യാതൊരു ലൈസൻസോ ഒന്നും എടുക്കാതെയും അവിടെ കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളും എന്തുമാത്രം വൃത്തിയാണെന്നോ കാര്യങ്ങളോ ഒന്നും അറിയാതെയാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അവർക്ക് ലൈസൻസോ അല്ലെങ്കിൽ അവിടെ ഉള്ള വ്യക്തികൾ ജോലിക്കാർക്ക് സർട്ടിഫിക്കറ്റോ ഒന്നുമില്ലാതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട വ്യാപാരികളോട് പറയാനുള്ളത്, നിങ്ങൾ കച്ചവടം ചെയ്യുന്നതിൽ നമുക്ക് തടസ്സമൊന്നുമില്ല. ായുള്ള ലൈസൻസും കാര്യങ്ങളും ഫുഡ് സേഫ്റ്റി മാനദണ്ഡങ്ങളും എല്ലാം നോക്കി വേണം ചെയ്യുവാൻ. അതിനുവേണ്ടി മുനിസിപ്പാലിറ്റി സ്ക്വാഡും ഹെൽത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ സ്ക്വാഡും ഫുഡ് സേഫ്റ്റി വകുപ്പും തമ്മിൽ ഈ 3 സ്ക്വാഡും ഒരുമിച്ച് ചെക്കിങ്ങിന് ഇറങ്ങുകയാണ്. ആ ചെക്കിങ്ങിന് ഇറങ്ങാൻ തുടങ്ങുകയാണ് നമ്മൾ. അതിനു മുമ്പായി നിങ്ങൾക്ക് തരുന്ന ഒരു വാണിംഗ് ആണ്, നിങ്ങൾക്ക് ലൈസൻസോ നിങ്ങളുടെ ഡോക്യുമെൻറ്റോ ഇല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എടുക്കുവാനും നിങ്ങൾ നിയമപരമായി കച്ചവടം ചെയ്യുവാനുള്ള നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഇവർ ചെക്ക് ചെയ്യുന്ന മുഖാന്തരം വളരെ പെനാൽറ്റി വരികയും മറ്റ് ക്രിമിനൽ കേസുകൾ വരാനും ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ പല പരാതികളും ഗവൺമെൻറ്റിലേക്ക് ചെന്നത് മുഖാന്തരം നമ്മളോട് അടിയന്തരമായിട്ട് നടപടിയെടുക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഹെൽത്ത് മിനിസ്റ്റർക്കും LST മിനിസ്റ്റർക്കും ഒക്കെ പരാതി പോകുന്നുണ്ട്. ഇങ്ങനെ അനധികൃതമായിട്ട് കച്ചവടം ചെയ്യുന്നതിനെതിരായിട്ടും. ഇപ്പോൾ നമ്മുടെ വേനൽക്കാലം ആയപ്പോഴത്തേന് ശുദ്ധമല്ലാത്ത വെള്ളവും അതുപോലെ ഐസും കാര്യങ്ങളും എല്ലാം കൊടുത്താണ് ഓരോ സ്ഥാപനങ്ങളും ഇവിടെ കച്ചവടം ചെയ്തത്. അതിപ്പോൾ ലൈസൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അത് കാരണം നമ്മൾ നിർബന്ധമായിട്ട് ചെക്കിങ് തുടങ്ങുകയാണ്. അപ്പോൾ ചെക്കിങ്ങിന് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വേണ്ട ഡോക്യുമെൻ്റ് ഉണ്ടാക്കി ലൈസൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുക, വെള്ളത്തിൻ്റെ ടെസ്റ്റിംഗ് നടത്തുക, ഐസായാലും എന്തായാലും ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ നിയമപരമായിട്ട് ചെയ്യുക. അത് നിയമാനുസൃതമായ രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി PP അബ്ബാസ് പറഞ്ഞു. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം മിക്ക സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള എല്ലാ ലൈസൻസുകളും കരുതി വെച്ചിട്ടുണ്ട്. കാര്യമായിട്ട് ഇപ്പോൾ ഹോട്ടലുകളാണെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് വേണം, അതുപോലെ തന്നെ ഹെൽത്ത് കാർഡ് വേണം, മുനിസിപ്പൽ ലൈസൻസ് വേണം. ഇത്തരം ലൈസൻസ് എടുത്തിട്ടാണ് മിക്ക സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും 1-2 സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഇവ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു 10-15 ദിവസത്തെ സാവകാശം കൊടുക്കണം എന്നുള്ളതാണ് വ്യാപാരി വ്യവസായ സമിതി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊന്ന് ഈ കാര്യത്തിലുള്ള ഹെൽത്ത് കാർഡ്, ഇപ്പോൾ പല ഹോട്ടലുകളിലും ഈ തൊഴിലാളികൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിൽ, അതുപോലെ തന്നെ തമിഴ്നാട്, ആസാം തുടങ്ങിയ പ്രദേശങ്ങളിൽ പോയിട്ട് മടങ്ങി വരുന്നേ ഉള്ളൂ. മിക്ക സ്ഥാപനങ്ങളും ഇപ്പോഴും പൂർണ്ണമായും സജ്ജമായിട്ടില്ല. ചില സ്ഥാപനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് ഈ ഹെൽത്ത് കാർഡൊക്കെ എടുക്കുന്നതിന് വേണ്ടി ഒരു 15 ദിവസത്തെ സാവകാശം കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുപോലെ തന്നെ ഈ ഒരു ലൈസൻസും ഇല്ലാതെ വഴിപാടിയുമായിട്ട് ഒട്ടേറെ കച്ചവടക്കാരുണ്ട്. അവർക്ക് വെള്ളം പരിശോധിക്കേണ്ട ആവശ്യമില്ല, ഹെൽത്ത് കാർഡിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ മുനിസിപ്പൽ ലൈസൻസ് ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ തന്നെ പരിശോധിച്ച് ഞങ്ങൾക്കുള്ളതുപോലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് എന്തൊക്കെ നിയമങ്ങളാണ് ബാധകം, അത്തരം കടകൾക്ക് ഇത്തരം ലൈസൻസുകൾ നിർബന്ധമാക്കണം. അവ പരിശോധിച്ചുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് വ്യാപാരി വ്യവസായ സമിതി എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്.